നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖം എല്ലാവർക്കും? എങ്ങനെയുണ്ട് വീക്കെൻഡൊക്കെ? നന്നായി പോകണ്ടോ? ഗുഡ്. പിന്നെ ദിൽ ബേച്ചാറ മൂവി റിലീസായി ഹോട്ട്സ്റ്റാറിൽ. കണ്ടിരുന്നോ നിങ്ങൾ? ഞാൻ കണ്ടു കേട്ടോ. ഞാൻ ഇന്നലെ രാത്രി തന്നെ ഇരുന്നിട്ട് ഒരു ഒറ്റ സ്ട്രെച്ചിൽ പടം മൊത്തം കണ്ടു തീർത്തു. എന്തുട്ടപ്പോൾ പറയാ, ഒരു രക്ഷയില്ല. പടം ഒരു പക്ക ഫീൽ ഗുഡ് മൂവി തന്നെയാണ്. പക്ഷെ സുശാന്ത് സിംഗ് ആണത് ചെയ്യണമെന്നുള്ളത് കൊണ്ട് അതിന് വേറെ എന്തൊക്കെയോ ഒരു ഡീപ്പർ മീനിങ് ഉള്ളൊരു ഫീലിംഗ് ആണ്. ചില സീൻസൊക്കെ നമ്മൾ കാണുമ്പോൾ നമ്മുടെ മനസ്സിനുള്ളിൽ എവിടേക്കോ എന്തൊക്കെയോ കൊള്ളും. എന്തായാലും നിങ്ങളൊന്ന് കണ്ടു നോക്ക്. വീക്കെൻഡൊക്കെ അല്ലേ, ഇഷ്ടാവും, ഡെഫിനറ്റ്ലി ഇഷ്ടാവും. ഓക്കെ. നമ്മുടെ ചാനൽ മാറിയിട്ടൊന്നുമില്ല, മൂവി റിവ്യൂ ചാനലായിട്ട് മാറിയിട്ടൊന്നുമില്ല. ഈ മൂവി കണ്ടപ്പോൾ എനിക്ക് എന്തോ നിങ്ങളോട് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ ഷെയർ ചെയ്യണമെന്ന് തോന്നി. അതുകൊണ്ട് മാത്രമാണ് ഇത് പറഞ്ഞത്. ഓക്കെ. വീണ്ടും ഞായറാഴ്ച എത്തിയിരിക്കുകയാണ്. വീണ്ടും നമ്മൾ വന്നിരിക്കുകയാണ് നമ്മുടെ വീക്ക്ലി ടോസ്റ്റ് എപ്പിസോഡ് നമ്പർ 4 ഇനി അധികം ടൈം വേസ്റ്റ് ചെയ്യാണ്ട് നമുക്ക് നോക്കാം ഈ ആഴ്ചത്തെ ടോപ്പ് 5 ടെക് ന്യൂസ് എന്തൊക്കെയായിരുന്നു എന്ന്. ഓക്കെ, ലെറ്റ്സ് സ്റ്റാർട്ട്. നമ്പർ 5 പൊസിഷനിലുള്ളത് നമ്മുടെ നെറ്റ്ഫ്ലിക്സ് ആണ്. നെറ്റ്ഫ്ലിക്സ് ഇന്ത്യയിൽ ഒരു പുതിയ ബഡ്ജറ്റ് ഫ്രണ്ട്ലി പ്ലാൻ ലോഞ്ച് ചെയ്യാൻ പോവുകയാണ്. നമുക്കറിയാം കറൻ്റ്ലി 199 റുപ്പീസിന് ഉള്ള ഒരു പ്ലാനാണ് ഏറ്റവും ലോവസ്റ്റ് പ്ലാൻ. ഈ പ്ലാൻ നമുക്ക് എടുക്കുകയാണെങ്കിൽ നമുക്ക് SD ക്വാളിറ്റിയിൽ, HD കിട്ടില്ല, ബട്ട് SD ക്വാളിറ്റിയിൽ എല്ലാ കണ്ടന്റും സ്ട്രീം ചെയ്യാം. ഇതേപോലെ തന്നെ ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി പ്ലാനും കൂടിയും നെറ്റ്ഫ്ലിക്സ് ഇന്ത്യയിലേക്ക് കൊണ്ടുവരാനായിട്ട് പോകുന്നുണ്ട്. ഈ പ്ലാനിന്റെ മെമ്പർഷിപ്പ് കോസ്റ്റ് ഉണ്ടല്ലോ, അത് 349 പെർ മന്ത് ആയിരിക്കും. ഇത് ഓപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് SD ക്വാളിറ്റി ആയിരുന്നല്ലോ 199 ഉണ്ടായിരുന്നത്, ബട്ട് 349 ഈ പ്ലാനിൽ നമുക്ക് HD ക്വാളിറ്റി ഇനേബിൾ ആവും. എല്ലാ നെറ്റ്ഫ്ലിക്സിന്റെ കണ്ടന്റ്സും നമുക്കിനി HD ക്വാളിറ്റിയിൽ എക്സ്പീരിയൻസ് ചെയ്യാം. പിന്നെ വേറൊരു കാര്യം, മറ്റേ പ്ലാനിൽ നമുക്ക് മൊബൈലിലും ടാബ്ലറ്റ്സിലും മാത്രമേ സ്ട്രീമിംഗ് പോസിബിൾ ആയിരുന്നുള്ളൂ, ബട്ട് ഈ പ്ലാനിൽ ലാപ്ടോപ്സിലും നമുക്ക് നെറ്റ്ഫ്ലിക്സ് യൂസ് ചെയ്യാം കേട്ടോ. TV ഇപ്പോഴും പറ്റില്ല, ബട്ട് സ്മാർട്ട് ഫോൺ, ടാബ്ലറ്റ്, അതേപോലെ തന്നെ ലാപ്ടോപ്സിലും യൂസ് ചെയ്യാം. എങ്ങനെയുണ്ട്? കൊള്ളാല്ലേ? നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? എനിക്ക് പേഴ്സണലി തോന്നുന്നത് 350 റുപ്പീസ് അത്ര വലിയൊരു എമൗണ്ട് ഒന്നല്ല, അത്യാവശ്യം വാല്യൂ ഫോർ മണി പ്ലാൻ തന്നെയാണ്. എന്തായാലും ഒഫീഷ്യലി സംഭവം അനൗൺസ് ആവട്ടെ, നോക്കാം നമുക്ക്. അടുത്ത ന്യൂസിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യം, നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനലിൽ വരുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം ഇതേപോലെയുള്ള ഹൈ ക്വാളിറ്റി കണ്ടന്റാണ് ഞങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ അതേപോലെ തന്നെ ആ നോട്ടിഫിക്കേഷൻ ബെല്ലൈക്കൺ കൂടി ഒന്ന് ടേൺ ഓൺ ചെയ്ത് സഹകരിക്കുക. ഓക്കെ, ഡൺ ഡീൽ. ഓക്കെ, അറ്റ് നമ്പർ 4 മറ്റൊരു കിടിലൻ ഹാപ്പി ന്യൂസ് ആണുള്ളത്. സംഭവം ഭയങ്കര സിമ്പിളാണ്. നമ്മുടെ ആപ്പിളിൻ്റെ കറണ്ട് ഫ്ലാഗ്ഷിപ്പ്, അതായത് iPhone 11 ഇന്ത്യയിൽ മാനുഫാക്ചറിങ് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. മാനുഫാക്ചറിങ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഷവമി, ഓപ്പോ ഒക്കെ ചെയ്യണ പോലെ കംപ്ലീറ്റ് അസംബ്ലി കേട്ടോ. iPhone 11 കംപ്ലീറ്റ് അസംബ്ലി ഇന്ത്യയിൽ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. ഇത് നടക്കുന്നത് നമ്മുടെ ചെന്നൈയിലാണ്. നല്ല ന്യൂസ് അല്ലേ? എനിക്കൊരു കിടിലൻ ന്യൂസ് ആയിട്ട് തോന്നിയത്. നമ്മുടെ മേക്ക് ഇൻ ഇന്ത്യക്ക് നല്ലൊരു ബൂസ്റ്റ് ആണത്. ഓൾറെഡി ഐഫോണിന്റെ XR വേരിയന്റ് നമ്മുടെ ബാംഗ്ലൂരിൽ അസംബിൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ നമ്മുടെ കറണ്ട് iPhone SE 2020 മോഡൽ ഉണ്ടല്ലോ, അതും നമ്മുടെ ബാംഗ്ലൂരിൽ അസംബിൾ ചെയ്യാനുള്ള ചില പ്രൊസീജിയേഴ്സും കാര്യങ്ങളെല്ലാം നടക്കുന്നുണ്ട് ഇതിന്റെ സൈഡിൽ കൂടെ. എനിക്ക് തോന്നുന്നത് ഇതുകൊണ്ട് മറ്റൊരു അഡ്വാൻറ്റേജ് ഇന്ത്യക്ക് കിട്ടാൻ പോകുന്നത് ഇവിടെ തന്നെ മാനുഫാക്ചറിങ് ചെയ്യാണല്ലോ, ഇവിടെ തന്നെ അസംബിൾ ചെയ്യാണല്ലോ. ഇവിടെ സെൽ ചെയ്യുമ്പോൾ ഇന്ത്യയിൽ മേ ബി ഐഫോണിന്റെ വില കുറഞ്ഞേക്കാം, ഫ്യൂച്ചറിൽ നടക്കും. നോക്കാം, വെയിറ്റ് ചെയ്ത് നോക്കാം. അടുത്തതായിട്ട് നമ്പർ 3 പൊസിഷനിൽ ഏത് ന്യൂസാണെന്ന് നോക്കാം. ഇത് ആൻഡ്രോയിഡുമായിട്ട് ബന്ധപ്പെട്ടുള്ള ന്യൂസാണ്. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കറിയാം ആൻഡ്രോയിഡിൻ്റെ പുതിയ വേരിയൻസ് എല്ലാ വർഷവും ലോഞ്ച് ചെയ്യുമ്പോൾ ആൻഡ്രോയിഡ് 10, ആൻഡ്രോയിഡ് 9 എന്നൊക്കെ പറയുന്നതിൻ്റെ കൂടെ തന്നെ അതിൻ്റെ കൂടെ ഒരു കോഡ് നെയിം ഉണ്ടാവാറുണ്ടല്ലോ. എല്ലായ്പ്പോഴും ഇതൊരു സ്വീറ്റിൻ്റെയോ അല്ലെങ്കിൽ ഒരു ഡെസേർട്ടിൻ്റെയോ പേരായിരിക്കും. പിന്നെ ഇതൊരു ആൽഫബറ്റിക് ഓർഡറിലായിരിക്കും. ഐസ്ക്രീം സാൻഡ്വിച്ച്,
പ്രോയോ, കിറ്റ്കാറ്റ്, പൈ ഇങ്ങനെയുള്ള പേരുകളെല്ലാം പാസ്റ്റിൽ ഉണ്ടായിരുന്നു. പക്ഷേ കഴിഞ്ഞ വേരിയന്റ് ആൻഡ്രോയിഡ് 10 വന്നപ്പോൾ അതിന് പ്രത്യേകിച്ച് ഒഫീഷ്യൽ ആയിട്ടുള്ള ഒരു ഡെസേർട്ട് നെയിമോ ഒരു കോഡ് നെയിമോ ഉണ്ടായിരുന്നില്ല. ആൻഡ്രോയിഡ് 10 എന്ന് പറഞ്ഞിട്ട് തന്നെയാണ് ഇറക്കിയിരുന്നത്. സോ ഈ വർഷം ആൻഡ്രോയിഡ് 11 വരാൻ പോവുകയാണ്. സോ ഇതിന് ഒരു കോഡ് നെയിം ഇപ്പോൾ റിവീൽ ആയിരിക്കുകയാണ്. സോ ആ കോഡ് നെയിം എന്തുട്ടാന്ന് വെച്ചാൽ റെഡ് വെൽവെറ്റ് കേക്ക് എന്നാണ്. എങ്ങനെയുണ്ട് റെഡ് വെൽവെറ്റ് കേക്ക്? എനിക്ക് പെട്ടെന്ന് കേട്ടപ്പോൾ നമ്മുടെ പ്രേമം സിനിമയിലും അതിലെ റെഡ് വെൽവെറ്റ് കേക്ക് ഒക്കെയാണ് ഓർമ്മ വന്നത്. എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത്? എങ്ങനെയുണ്ട് റെഡ് വെൽവെറ്റ് കേക്ക്? സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു പേരാണോ? ഓക്കെ, പിന്നെ ഒരു കാര്യം കൂടി ഉണ്ട്. ഈ റെഡ് വെൽവെറ്റ് കേക്ക് എന്ന് പറഞ്ഞിട്ടുള്ള പേര് ഒഫീഷ്യലായിട്ട് പുറത്ത് വരാൻ പോകുന്ന പേരാവണമെന്നൊരു നിർബന്ധമില്ല കേട്ടോ. ഇത് ഇന്റേണലി അവർ യൂസ് ചെയ്യുന്ന ഒരു കോഡ് നെയിമാണ്. ബട്ട് സംഭവം കൊള്ളാം അല്ലേ? ഇതുവരെയുള്ള ആൻഡ്രോയിഡ് വെർഷൻസിൽ നിങ്ങളുടെ ഫേവറേറ്റ് ആൻഡ്രോയിഡ് വെർഷൻ്റെ പേര് ഏതാണ്? എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് പറയാം, ഐസ്ക്രീം സാൻഡ്വിച്ച് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പേരാണ്. എന്തോ പറയുമ്പോൾ തന്നെ ഒരു സുഖില്ലേ, ഐസ്ക്രീം സാൻഡ്വിച്ച്, ഒരു കുളിര്, കൊള്ളാല്ലേ? നിങ്ങളുടെ ഫേവറേറ്റ് ആൻഡ്രോയിഡ് വെർഷൻ്റെ പേരെന്താണ്? പറയൂ, അറിയിക്കൂ, നമ്മുടെ കമന്റ് സെക്ഷനിലൂടെ അറിയിക്കൂ. നമ്മളും അറിയട്ടെ കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങളെ പറ്റിയിട്ട്. സോ സെക്കൻഡ് പൊസിഷനിലിരിക്കുന്നത് നമ്മുടെ റിയൽമി ആണ്. റിയൽമി പുതിയൊരു സീരീസ് കൂടി ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്. ഓൾറെഡി കുറേ സീരീസ് ഉണ്ട്, അതിൻ്റെ കൂടെ ഇപ്പോൾ പുതിയൊരു സീരീസ് ഇറക്കാൻ പോവുകയാണ് റിയൽമി V-series. ഈ V-seriesന്റെ ആദ്യത്തെ മോഡൽ എന്ന് പറയുന്നത് Realme V5 ആയിരിക്കും. ഡയറക്റ്റ് 5ാമത്തെ പൊസിഷനിലേക്കാണ് ജമ്പ് അടിച്ചിട്ടുള്ളത്. എന്തുട്ടല്ലേ റിയൽമി, എങ്ങനെയാണ് ഇത്ര അധികം മോഡൽസ് ഒക്കെ ഇറക്കുന്നത്? എവിടെയാണ് ഇതൊക്കെ ഉണ്ടാക്കുന്നത്? എൻ്റെ അമ്മോ. എന്തായാലും കുഴപ്പമില്ല, ഫോൺ കിടിലാണെങ്കിൽ നമ്മളും ഫുൾ സപ്പോർട്ടാണ്. പിന്നെ ഈ V5 സീരീസിന്റെ കുറച്ച് സ്പെസിഫിക്കേഷനെ പറ്റിയിട്ടൊക്കെ നമുക്കൊരു ഐഡിയ കിട്ടിയിട്ടുണ്ട്. സോ ഇതിലൊരു സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിന്റ് സ്കാനർ ഉണ്ടാവും. ഒരു ഫ്രണ്ട് ക്യാമറ 16 മെഗാ പിക്സൽ ആയിരിക്കും, റിയർ ക്യാമറ 48 മെഗാ പിക്സൽ ആയിരിക്കും, പ്രൈമറി സെൻസർ. പിന്നെ ഡിസൈനിൽ ഒരു മാറ്റം വന്നിട്ടുണ്ട്. ഫോട്ടോ കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. സംഭവം കൊള്ളാം, നന്നായിട്ടുണ്ട്. ഒരു സാംസങ്ങിന്റെ ഒക്കെ ഒരു മോഡലല്ലേ. പിന്നെ വലിയൊരു റിയൽമിയുടെ ബ്രാൻഡിങ്ങും ഫോണിന്റെ ബാക്ക് സൈഡിൽ കാണാം. അതേപോലെ തന്നെ 30 വാട്ട്സിന്റെ ഒരു ഫാസ്റ്റ് ചാർജിങ് കേപ്പബിലിറ്റിയും ഉണ്ടാവും. പിന്നെ ഈ റിയൽമി V5 വേരിയന്റ് ലോഞ്ച് ചെയ്യാൻ പോകുന്നത് ഈ വരുന്ന ജൂലൈ 27 ഓക്കെ. സോ ഈ ആഴ്ചത്തെ വീക്ക്ലി ടോസ്റ്റിൽ അറ്റ് നമ്പർ 1 പൊസിഷൻ വി ഹാവ് സാംസങ് നോട്ട് 20 സീരീസ്. സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബേസിക് വേരിയന്റ് ആയിട്ടുള്ള നോട്ട് 20 മോഡലിനെ പറ്റിയിട്ടാണ്. സോ ഈ മോഡലിന്റെ ഒരുവിധം എല്ലാ സ്പെസിഫിക്കേഷൻസും ഓൾറെഡി ലീക്ക് ആയിട്ടുണ്ട്. സോ ആ സ്പെസിഫിക്കേഷനെ നമുക്കൊന്ന് ഓടിച്ചു നോക്കാം. ഓക്കെ, 6.7 ഇഞ്ച് വരുന്ന ഫുൾ HD AMOLED ഡിസ്പ്ലേ ആയിരിക്കും. ഈ മോഡലിന് 90 ഹെർട്സോ 120 ഹെർട്സോ ഉണ്ടാകാൻ പോകുന്നില്ല. ഒരു 60 ഹെർട്സിന്റെ ഡിസ്പ്ലേ ആയിരിക്കും ഉണ്ടാകാൻ പോകുന്നത്. അത് കുറച്ച് ഡിസപ്പോയിന്റിംഗ് ആണ്. ഐ ജെനുവൻലി ഹോപ്പ് അത് 90 ഹെർട്സ് ആയിരിക്കണേ എന്നുള്ളത്. ബട്ട് ഇപ്പൊ കിട്ടിയിട്ടുള്ള റൂമേഴ്സ് പ്രകാരം ഇതൊരു 60 ഹെർട്സിന്റെ ഡിസ്പ്ലേ ആയിരിക്കും. പിന്നെ US, സൗത്ത് കൊറിയ പോലുള്ള ചില കൺട്രീസ് മാറ്റി നിർത്തി കഴിഞ്ഞാൽ ബാക്കിയുള്ള ഇന്ത്യ, യൂറോപ്പ് മോസ്റ്റ്ലി വരാൻ പോകുന്നത് Exynos 990 പ്രോസസ്സറാണ്. 12 മെഗാ പിക്സലിന്റെ ഒരു പ്രൈമറി സെൻസറും ഒരു 12 മെഗാ പിക്സലിന്റെ അൾട്രാ വൈഡ് ആംഗിൾ ലെൻസും അതേപോലെ തന്നെ ഒരു 64 മെഗാ പിക്സലിന്റെ ഒരു ടെലിഫോട്ടോ ലെൻസും ഈ ക്വാഡ് ക്യാമറ സെറ്റപ്പിൽ ഇൻക്ലൂഡഡ് ആയിരിക്കും. ഓക്കെ, 4300 mAh ബാറ്ററി ആയിരിക്കും നമുക്ക് കിട്ടാൻ പോകുന്നത്. പിന്നെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മറ്റൊരു കാര്യം, ഒരു 4G ഓൺലി വേരിയന്റ് ഉണ്ടാവും. അതേപോലെ തന്നെ ഒരു 5G വേരിയന്റും ഈ ബേസ് മോഡലിന് ഉണ്ടാവും. സാംസങ് നോട്ട് 20 ബേസ് വേരിയന്റിന്റെ ബാക്ക് പാനൽ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നമുക്കൊരു ഗ്ലാസ് ബിൽഡ് ആയിരിക്കില്ല ഉണ്ടാകാൻ പോകുന്നത്. അതിന് പകരം ഒരു പ്ലാസ്റ്റിക് ബിൽഡ് ആണ് വരാൻ പോകുന്നത്. സ്പെഷ്യലി നോട്ട് സീരീസിന്റെ ഇതുവരെയുള്ള പ്രൈസ് എല്ലാം കണക്കിലെടുത്ത് നോക്കുമ്പോൾ ഡെഫിനറ്റ്ലി അതൊരു ഡൗൺ ഗ്രേഡ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഒരു ഊഹം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 4G വേരിയൻറ്റ്, പ്ലാസ്റ്റിക് ബിൽഡ് ക്വാളിറ്റി, 60 ഹെർട്സ് ഡിസ്പ്ലേ, ഇതൊക്കെ നോക്കുമ്പോൾ മേ ബി ഈ ബേസ് വേരിയൻറ്റിൻ്റെ പ്രൈസ് കുറച്ചുകൂടി അഫോർഡബിൾ ആകാനും ഒരു ചാൻസ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ വാല്യൂ ഫോർ മണി ആണെങ്കിൽ കൊള്ളാം, കുഴപ്പമൊന്നും ഉണ്ടാവില്ല. ഐ എം നോട്ട് കംപ്ലൈനിങ്. ബട്ട് ഇതൊക്കെ നമുക്ക് കൃത്യമായിട്ട് അറിയണമെങ്കിൽ നമുക്ക് 1-2 ആഴ്ച കൂടി ഒന്ന് വെയിറ്റ് ചെയ്യണം. സോ ലെറ്റ്സ് വെയിറ്റ്. സോ ദാറ്റ്സ് ഇറ്റ് ഗൈസ്. ഇതായിരുന്നു ഈ ആഴ്ചത്തെ ഒരു കിടുക്കാച്ചി വീക്ക്ലി ടോസ്റ്റ് എപ്പിസോഡ്. ഈ എപ്പിസോഡ് എങ്ങനെ ഉണ്ടായിരുന്നു? നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം തന്നെ നമ്മളെ കമന്റ് സെക്ഷനിലൂടെ അറിയിക്കുക. പിന്നെ മറ്റേ ആൻഡ്രോയിഡ് വേരിയന്റിന്റെ പേര് കമന്റ് ചെയ്യാൻ മറക്കരുത്. സോ ഇഫ് യു എൻഡ് അപ്പ് ലൈക്കിംഗ് ദിസ് വീഡിയോ, ഡോണ്ട് ഫോർഗെറ്റ് ടു ലൈക്ക് അവർ വീഡിയോ, ഷെയർ അവർ വീഡിയോ, ആൻഡ് ഓൾസോ സബ്സ്ക്രൈബ് ടു അവർ ചാനൽ. I will be back with another great video. Till then,